കമൽഹാസൻ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് വർഷങ്ങളായി. എന്നാൽ ഇതുവരെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് നിയമസഭയിലോ പാർലമെന്റിലോ എത്താൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല. എംജിആറും ജയലളിതയും കരുണാനിധിയുമെല്ലാം സിനിമാ രംഗത്ത് നിന്നെത്തി തമിഴ് രാഷ്ട്രീയം വാണവരാണ്. എന്നാൽ സമാനമായ നേട്ടം കൊയ്യാൻ കമൽഹാസന് ഇതുവരെയും സാധിച്ചിട്ടില്ല. കോയമ്പത്തൂർ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം നേരത്തെ മത്സരിച്ചിരുന്നുവെങ്കിലും തോൽക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇന്ത്യ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിലും പങ്കാളിയായി. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ വിട്ടുനിൽക്കുകയും ചെയ്തു. രാജ്യസഭാ സീറ്റ് DMK വാഗ്ദാനം ചെയ്തതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് കമൽഹാസൻ പിന്തുണ നൽകിയത് എന്നായിരുന്നു വാർത്തകൾ. ഇപ്പോൾ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ജൂൺ 19-ന് 8 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. ഇതിൽ തമിഴ്നാട്ടിൽ 6 സീറ്റും അസമിൽ 2 സീറ്റുമാണുള്ളത്. PMK, AIADMK, MDMK, DMK അംഗങ്ങളായ M ഷൺമുഖം, P വിൽസൺ, മുഹമ്മദ് അബ്ദുള്ള എന്നിവരുടെ രാജ്യസഭാ കാലാവധിയാണ് ജൂലൈ 24-ന് അവസാനിക്കുന്നത്. ഇവർ തന്നെ വീണ്ടും മത്സരിക്കുമോ എന്നും വ്യക്തമല്ല. കമൽഹാസൻ, അണ്ണാമലൈ എന്നിവർ മത്സരിക്കുമെന്നും സൂചനയുണ്ട്. രാജ്യസഭയിലേക്ക് ജയിക്കണമെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് 34 വോട്ടാണ് തമിഴ്നാട് നിയമസഭയിൽ ആവശ്യം. 234 അംഗ നിയമസഭയിൽ DMK നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിന് 158 സീറ്റുണ്ട്. 4 സീറ്റിൽ ജയിക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കും. NDAക്ക് 75 സീറ്റുള്ളതിനാൽ 2 പേരെ ജയിപ്പിക്കാനും കഴിയും. അതായത് DMK സഖ്യത്തിന് 4 സീറ്റും അണ്ണാ DMK സഖ്യത്തിന് 2 സീറ്റും കിട്ടുമെന്നുറപ്പാണ്. പക്ഷേ സ്ഥാനാർത്ഥികൾ ആര് എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. DMK കമൽഹാസന് സീറ്റ് കൊടുക്കുമോ എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു. വൈക്കോ വീണ്ടും മത്സരിക്കുമോ എന്ന ചോദ്യവും ഇന്ത്യ സഖ്യത്തിലുണ്ട്. രണ്ടിലും അന്തിമ തീരുമാനം മുഖ്യമന്ത്രി MK സ്റ്റാലിന്റേതാണ്. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞ K അണ്ണാമലൈക്ക് രാജ്യസഭയിലേക്ക് നോട്ടമുണ്ട്. അണ്ണാ DMK ഓക്കെ പറഞ്ഞാൽ മാത്രമേ അണ്ണാമലൈക്ക് മത്സരിക്കാൻ സാധിക്കൂ. BJPക്ക് പല സംസ്ഥാനങ്ങളിലും ഭരണമുള്ളതിനാൽ അണ്ണാമലയെ എവിടെ നിന്നും രാജ്യസഭയിൽ എത്തിക്കാൻ സാധിക്കും. ഇക്കാര്യം തന്നെയാണ് അണ്ണാ DMK നേതാക്കൾ സൂചിപ്പിക്കുന്നത്. പാർട്ടി അധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമിയും അണ്ണാമലയും അത്ര സുഖത്തിലല്ല. NDA സഖ്യത്തിൽ അണ്ണാ DMKയെ കൊണ്ടുവരുന്നതിന് സംസ്ഥാന അധ്യക്ഷ പദവി ബലി നൽകേണ്ടി വന്ന നേതാവാണ് അണ്ണാമലൈ. രാജ്യസഭയിൽ നിലവിൽ 128 അംഗങ്ങളാണ് NDAക്കുള്ളത്. പ്രതിപക്ഷത്തിന് 89 അംഗങ്ങളും. ഇരു സഖ്യത്തിലുമില്ലാത്ത YSRP, BRS, BJD, BSP, MNF എന്നീ കക്ഷികൾക്ക് മൊത്തമായി 20 സീറ്റുണ്ട്. 8 സീറ്റ് രാജ്യസഭയിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. അസമിൽ 2 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. NDA സഖ്യകക്ഷിയായ അസം ഗണ പരിഷത്തിന്റെ വീരേന്ദ്ര പ്രസാദ് ബൈശ്യ, BJPയുടെ മിഷൻ രഞ്ജൻ ദാസ് എന്നിവരുടെ കാലാവധി ജൂൺ 14-ന് അവസാനിക്കും. 126 അംഗ നിയമസഭയാണ് അസമിലേത്. രാജ്യസഭയിലേക്ക് ഒരു അംഗം ജയിക്കണമെങ്കിൽ 42 വോട്ട് കിട്ടണം. NDAക്ക് 80 അംഗങ്ങളുണ്ട്. ഒരാളെ ജയിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും. 26 MLA-മാരുള്ള കോൺഗ്രസിന് ഒരു CPM MLA-യുടെ പിന്തുണയുമുണ്ട്. AIUDFന് 15ഉം BPFന് 3 അംഗങ്ങളുണ്ട്. ഈ 2 പാർട്ടികളുടെയും പിന്തുണ ലഭിച്ചാൽ പ്രതിപക്ഷ ചേരിക്ക് ഒരു രാജ്യസഭ സീറ്റ് നേടാം. അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരമാണ് ഇത്തവണ അസമിൽ നടക്കുക.